ഈച്ച് ആൻഡ് എവരി. ഈ രണ്ട് വാക്കുകളും വളരെയധികം പരിചയമുള്ള വാക്കുകളാണ്, അല്ലേ? പക്ഷേ ഈ വാക്കുകൾ രണ്ടും സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ, അതിലെ വേർബ്സ് സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കൂ. ഈച്ച് സ്റ്റുഡൻറ് ഹാസ് എ ബുക്ക്. ഈച്ച് സ്റ്റുഡൻറ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹാസ് ആണ്. അതിന് കാരണം ഹാസ് എന്നത് ഒരു സിംഗുലർ വേർബ് ആണ്, ഹാവ് അല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ് ഹാസ് എ ബുക്ക് എന്നാണ് പറയേണ്ടത്. ഇനി വേറൊരു സെന്റൻസ് നോക്കൂ. ഈച്ച് ബുക്ക് ഓൺ ദ ഷെൽഫ് ബിലോങ്സ് ടു ദ ലൈബ്രറി. ഷെൽഫിലുള്ള ഓരോ ബുക്കും ലൈബ്രറിയിൽ നിന്നും ഉള്ളതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ബിലോങ്സ് എന്നാണ്. ബിലോങ്സ് ടു ആണ്. ബിലോങ് അല്ല ഉപയോഗിച്ചത്, ബിലോങ്സ് ടു എന്നാണ്. അപ്പോൾ അതും സിംഗുലർ വേർബാണ്. ഈച്ച് ബുക്ക് ഓൺ ദ ഷെൽഫ് ഈസ് ഡസ്റ്റി. നോക്കൂ, ഈ സെന്റൻസിൽ ഈസ് ആണ് ഉപയോഗിച്ചത്, ആർ അല്ല. സിംഗുലർ വേർബ് തന്നെ. ഓരോ ബുക്കും പൊടി പിടിച്ചതാണ് എന്നാണ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. ഈച്ച് പേഴ്സൺ വാസ് ഗിവൺ എ നെയിം ടാഗ്. ഓരോ വ്യക്തിക്കും ഓരോ നെയിം ടാഗ് കൊടുത്തു എന്നാണ്. ഇവിടെ വാസ് ഗിവൺ. പ്ലൂറൽ ആയിരുന്നെങ്കിൽ വേർ ഗിവൺ എന്ന് ഉപയോഗിക്കണ്ടേ? ഇവിടെ സിംഗുലർ വേർബ് വാസ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഈച്ച് എന്ന വേർഡ് സിംഗുലർ വേർബിന്റെ ഒപ്പം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി എവരി, ഇതും അതുപോലെ തന്നെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേർബ് അതുകൊണ്ട് സിംഗുലർ ആയിരിക്കണം. എവരി പ്ലസ് സിംഗുലർ വേർബ്. എവരി പേഴ്സൺ ഈസ് റെഡി. നോക്കൂ, ഈസ് ഉപയോഗിച്ചു, ആർ അല്ല ഉപയോഗിച്ചത്. എവരി ചൈൽഡ് നീഡ്സ് അറ്റൻഷൻ. ഓരോ കുട്ടിക്കും ശ്രദ്ധ ആവശ്യമുണ്ട് എന്നാണ്. ഇവിടെ നീഡ്സ് സിംഗുലർ വേർബാണ്, നീഡ് അല്ല ഉപയോഗിച്ചത്. എവരി റൂം ഇൻ ദ ഹൗസ് വാസ് പെയിന്റഡ് വൈറ്റ്. വീട്ടിലെ ഓരോ റൂംസും വൈറ്റ് കളറാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വാസ് പെയിന്റഡ്. പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ വേറല്ലേ ഉപയോഗിക്കേണ്ടത്. പക്ഷെ വാസ് ഉപയോഗിച്ചതിന് കാരണം എവരി റൂം എന്നതായതുകൊണ്ടാണ്. എവരി കാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് ഷോയിങ് ലവ്. ഓരോ കാറ്റിനും സ്നേഹം പ്രകടിപ്പിക്കാൻ അതിൻ്റെതായ വഴികളുണ്ട് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. അവിടെയും വേർബ് നോക്കൂ, ഹാസ് ആണ്, ഹാവ് അല്ല. അപ്പോൾ എവരി ആയാലും ഈച്ച് ആയാലും അത് കഴിഞ്ഞിട്ട് വേർബ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ തന്നെയാണ് എന്ന് ഓർക്കുക. ഇനി വേറെ രണ്ട് സെന്റൻസുകൾ ഞാൻ പറയാം. അതിൽ രണ്ട് ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്. അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്ന് എഴുതണം കേട്ടോ. ഈച്ച് ഗേൾ ബ്ലാങ്ക് ഹെർ വർക്ക് നീറ്റ്ലി. ഓരോ ഗേളും, ഓരോ പെൺകുട്ടിയും അവളുടെ വർക്ക് നീറ്റായിട്ട് ചെയ്യാറുണ്ട് എന്നാണ്. ഇവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഡു ആണോ ഡസ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് സെന്റൻസ്. എവരി ബോയ് ബ്ലാങ്ക് ദ റൂൾ. നോ ആൻഡ് നോസ്. ഇതിൽ ഏത് വേർബാണ് വേണ്ടത്? എവരി ബോയ് നോസ് ദ റൂൾ എന്നാണോ, എവരി ബോയ് നോ ദ റൂൾ എന്നാണോ വേണ്ടത്? മറക്കാതെ ആൻസർ എഴുതുക. അടുത്തത് സിൻസ് ആൻഡ് ഫോർ. ഇതും ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് സിൻസ് അതുപോലെ ഫോർ? സിൻസ് ആൻഡ് ഫോർ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ഒരു ടൈം റെഫറൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോർ ഉപയോഗിക്കുന്നത് ഒരു ലെങ്ത് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കുന്നതിനാണെങ്കിൽ സിൻസ് ഉപയോഗിക്കുന്നത് വളരെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കുന്നതിനാണ്. എപ്പോഴാണത് തുടങ്ങിയത് എന്ന് പറയില്ലേ, അത് വളരെ കൃത്യമായിട്ട് പറയില്ലേ.
വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെയാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സെന്റൻസസ് നോക്കാം. ഐ ഹാവ് lived ഹിയർ സിൻസ് 2021. നോക്കൂ, 2021 മുതൽ ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സിൻസ് 2021 എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ് എന്നു മുതലാണ് താമസിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ സിൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഷീ ഹാസ് സ്റ്റഡീഡ് പിയാനോ സിൻസ് മാർച്ച്. നോക്കൂ, ആ സെന്റൻസിലും സിൻസ് ആണ് ഉപയോഗിച്ചത്. മാർച്ച് മുതൽ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ പിയാനോ പഠിച്ചിട്ടുണ്ട് അന്നു മുതൽ, മാർച്ച് മുതൽ. അപ്പോൾ സിൻസ് മാർച്ച്, അതും വളരെ സ്പെസിഫിക് ആയിട്ട് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുകയാണ്. ഇനി ഫോർ ഉപയോഗിക്കുന്നതോ അതും ടൈമിനെ സൂചിപ്പിക്കാൻ തന്നെയാണ്, പക്ഷേ ലെങ്ത് ഓഫ് ടൈം ആണ് അത് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ സിൻസ് ഉപയോഗിക്കുമ്പോൾ സിൻസ് മോർണിംഗ്, സിൻസ് യെസ്റ്റർഡേ, സിൻസ് 8 AM, സിൻസ് 2:30 PM. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയങ്ങളാണ്, ടൈം ആണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഫോർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതും ടൈമിൻ്റെ ഒരു റെഫറൻസ് കാണിക്കാൻ തന്നെയാണ്. പക്ഷേ ഫോർ ഉപയോഗിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ടൈം കാണിക്കാനാണ്. എന്താണ് ഈ ലെങ്ത് ഓഫ് ടൈം? ഫോർ 1 week, ഫോർ എ ഫ്യൂ ഡേയ്സ്, ഫോർ മെനി ഇയേഴ്സ്, ഫോർ 3 hours, ഫോർ 30 minutes, ഫോർ 20 seconds. ഇതൊക്കെ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, ഒരു ലെങ്ത് ഓഫ് ടൈം അല്ലേ ഇത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ സെന്റൻസസ് വേണ്ടേ? ഐ ഹാവ് lived ഹിയർ ഫോർ 5 years. ഞാനിവിടെ 5 കൊല്ലം താമസിച്ചിട്ടുണ്ട്. 5 years എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പോയിന്റ് അല്ല, അതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. 5 years. അപ്പോൾ ഫോർ 5 years ആണ്, സിൻസ് 5 years അല്ല. ഷീ ഹാസ് സ്റ്റഡീഡ് പിയാനോ ഫോർ 2 months. 2 മാസമായിട്ട് അവൾ പിയാനോ പഠിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ 2 മാസം, 2 months എന്നത് ഒരു ലെങ്ത് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ഫോർ ഉപയോഗിച്ചു. ഇനി 2 സെന്റൻസുകൾ പറയാം. സിൻസ് എവിടെ ഉപയോഗിക്കണം, ഫോർ എവിടെ ഉപയോഗിക്കണം എന്ന് എഴുതണം കേട്ടോ. ഹി ഹാസ് വർക്ക്ഡ് ഹിയർ ബ്ലാങ്ക് 6 months. നെക്സ്റ്റ് സെന്റൻസ്, ഐ ഹാവൻറ്റ് ഈറ്റൺ എനിത്തിങ് ബ്ലാങ്ക് മോർണിംഗ്. ഇവിടെ 2 ബ്ലാങ്ക് സ്പേസസ് 2 സെന്റൻസിലുമായിട്ട് ഉണ്ട്. ഇവിടെ ഏത് സെന്റൻസിലാണ് ഫോർ ഉപയോഗിക്കേണ്ടത്, ഏത് സെന്റൻസിലാണ് സിൻസ് ഉപയോഗിക്കേണ്ടത് എന്നും എഴുതുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വിൽ ആൻഡ് ഗോയിങ് ടു. ഇത് രണ്ടിൻ്റെയും ഉപയോഗം ആണ്. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വിൽ ഉപയോഗിക്കുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴാണ്, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളില്ലേ അവിടെ. ദ ഫോൺ ഈസ് റിംഗിങ്, ഐ വിൽ ആൻസർ ഇറ്റ്. ഫോൺ അടിക്കുന്നു, ഞാൻ ആൻസർ ചെയ്യാം. ഐ വിൽ ആൻസർ ഇറ്റ്, അവിടെ വില്ലാണ് ഉപയോഗിച്ചത്. ഫോൺ എടുക്കുന്ന സമയത്ത്, ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്, അതിന് ഞാൻ ആൻസർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഐ വിൽ ആൻസർ ഇറ്റ് എന്നാണ് പറയേണ്ടത്. അതൊരു പ്ലാൻ ചെയ്ത് വെച്ച കാര്യമൊന്നുമല്ല. ഫോൺ വരും, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ എടുക്കാം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യമൊന്നുമല്ല, പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷനാണ്. അപ്പോൾ ഐ വിൽ ആൻസർ ഇറ്റ്. പക്ഷേ ഗോയിങ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾക്കാണ്. ഐ ആം ഗോയിങ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ് ടുമാറോ. ഐ ആം ഗോയിങ് ടു വിസിറ്റ്. നോക്കൂ, ഐ ആം ഗോയിങ് ടു എന്ന് ഉപയോഗിച്ചു. ഇത് ഒരു പ്ലാൻ ചെയ്ത് വെച്ച കാര്യമാണ്. നാളെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാമെന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ഒന്നും അല്ല, അതൊരു സ്പോണ്ടേനിയസ് ഡിസിഷൻ അല്ല. ദിസ് ബാഗ് ലുക്സ് ഹെവി, ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു. ഈ ബാഗ് വല്ലാത്ത ഭാരമുള്ളതാണ്, ഞാൻ ഇത് നിനക്ക് വേണ്ടി ഞാൻ ക്യാരി ചെയ്യാം. അത് ആ ബാഗ് ഭാരമുള്ളതാണെന്ന് മനസ്സിലായ ആ സമയത്തെടുത്ത തീരുമാനമാണ്, അത് ഞാൻ ക്യാരി ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഐ ആം ഗോയിങ് ടു ക്യാരി അല്ല വേണ്ടത്, ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു എന്നതാണ്. വേറൊരു സെന്റൻസ് നോക്കൂ.
We are going to watch a movie tonight. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മൂവി വാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതല്ലേ, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അവിടെ വി ആർ ഗോയിങ് ടു വാച്ച്, ഗോയിങ് ടു ഉപയോഗിച്ചു. അപ്പോൾ മറക്കാതിരിക്കുക, ഗോയിങ് ടു ഉപയോഗിക്കുന്നത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾക്കാണ്. അതേസമയം വിൽ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾക്ക്. ഇനി 2 സെന്റൻസുകൾ ഞാൻ പറയാം. അതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. 2 സെന്റൻസുകളുണ്ട്. ഇതിൽ ആം ഗോയിങ് ടു ആണോ വിൽ ആണോ വേണ്ടത്? നോക്കൂ. ഐ ബ്ലാങ്ക് ഹെൽപ്പ് യു, ഡോണ്ട് വറി. നെക്സ്റ്റ് സെന്റൻസ്, ഐ ബ്ലാങ്ക് ബൈ എ ലാപ്ടോപ്പ് നെക്സ്റ്റ് മന്ത്. ഐ സേവ്ഡ് മണി ഫോർ ഇറ്റ്. ആൻസേഴ്സ് എഴുതാൻ മറക്കല്ലേ. താങ്ക് യു.